ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ഡേ തുടങ്ങുകയാണ്. ഡേ ടു മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ടു മൈ ലൈഫ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെ. അപ്പോൾ ഭയങ്കര ചൂട് പിടിച്ച ഡേയ്സാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയൊന്നും ഉറക്കുകയില്ല. അപ്പം ഞാനാണെങ്കിൽ രാവിലെ മടി പിടിച്ച് മിറ്റമൊക്കെ തൂത്ത്, അങ്ങനെയൊന്നുമില്ല, നല്ലോണം തന്നെ മിറ്റമൊക്കെ തൂത്തത്. അപ്പം ഇവിടെ അച്ചടിക്കതോ പൂക്കളൊക്കെ വന്നേക്കും, നല്ല രസമുണ്ട് കാണാൻ. രാവിലെ ചായ കുടിയും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും മുളകരച്ച കറിയുമായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുറ്റത്തോട്ടിറങ്ങിയപ്പം മാമിയുടെ ഇളയ മോനാണ്. അവനാണെങ്കിൽ അവിടെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കമ്മുകൊണ്ട്. ഇത് നമ്മുടെ അനിയനാണ്. അനിയൻ ഇപ്പം വലിയ ബിസിനസ്സിലൊക്കെയാണ്, എന്തോ മീനിൻ്റെ പരിപാടിയൊക്കെയാണ്. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് എൻ്റെ സ്പെഷ്യൽ പൊട്ടറ്റോ ഉപ്പേരിയും പിന്നെ തോരനും ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മയുടെ മുളക് കറിയായിരുന്നു. മുളക് കറി നിങ്ങൾ കുറേ ദിവസം കാണുന്നുണ്ടായിരിക്കും. അത് തന്നെ ചൂട് കയറ്റി നമ്മൾ എടുക്കുന്ന മുളക് കറി തന്നെയാണ്. പിന്നെ ഇത് മൂന്നും ഉള്ളൊരു സ്പെഷ്യൽ ഊണായിരുന്നു ഇന്നത്തെ എൻ്റെ ഊണെന്ന് പറയുന്നത്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, മൂന്നെണ്ണത്തിനും കുഴപ്പമില്ലാത്ത ടേസ്റ്റ്. ഇപ്പോൾ വെക്കേഷൻ സമയമില്ലേ, അപ്പോൾ പിള്ളേരെല്ലാം കളിക്കാനായിട്ട് വരാറുണ്ട്. നമ്മുടെ പിള്ളേരെയെല്ലാം കൊണ്ടുവരാറുണ്ട്. അപ്പം അവനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവനിക്കിപ്പം പുതിയ ഇപ്പോൾ മിക്ക പിള്ളേർക്കും ഈ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു, ഫിഷിൻ്റെ പരിപാടി. പിന്നെ വേറൊരു ഏരിയയിലായിട്ട് കുറച്ച് പിള്ളേർ മറ്റേ ഷട്ടിൽ കളിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വെയിലെന്നില്ല, മഴയെന്നില്ല, അങ്ങനെ കളിച്ചാൽ മതിയല്ലോ എല്ലാവർക്കും. ഇത് മാമിയുടെ രണ്ടാമത്തെ മോനാണ്. ആളൊരു കില്ലാടിയാണ്. പിന്നെ മൂത്തതിനെ കാണുന്നില്ല. വൈകുന്നേരം ചായക്ക് കടി മുളക് ബജിയായിരുന്നു. ഇവിടെ ഉണ്ടാക്കിയതല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മുളക് ബജിയായിരുന്നു. വൈകുന്നേരം നല്ല അടിപൊളി ഒരു മഴയാണ് പെയ്ത്. അപ്പം അതിൻ്റെ നല്ല തണുപ്പുണ്ടായിരുന്നു മുറികളിലൊക്കെ. അപ്പം സന്ധ്യയായി. അങ്ങനെ ഞാൻ ജനലൊക്കെ ഒന്ന് കൂട്ടുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞാവും അറിയത്തില്ല. ഇതെൻ്റെ അനിയത്തി കിടക്കുന്ന റൂമാണ്. അപ്പം ആർക്കും ഇതിനകത്തോട്ട് പ്രവേശനമില്ല. ഇപ്പം ഞാൻ ജനൽ അടയ്ക്കുന്നതിൻ്റെ ആ ഒരു കാരണം പറഞ്ഞാണ് കയറിയത്. ആരെയും കയറ്റത്തില്ല, ആൾ നമ്മൾ കുളമാക്കുമെന്നും പറഞ്ഞു. അപ്പം ആൾ നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്ന റൂമാണ്. രാത്രി കഴിക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിൽ നിന്ന് ഷവർമ്മ മേടിച്ച്, നമ്മൾ നോർമൽ ഷവർമ്മ മേടിച്ച്, നല്ല അടിപൊളി ഷവർമ്മയായിരുന്നു. അങ്ങനെയൊന്നും മേടിക്കാറില്ല, വല്ലപ്പോഴും ഇതൊക്കെ മേടിക്കുന്നതേ ഉള്ളൂ. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഉറങ്ങാനായിട്ട് പോവുകയാണ്. ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് നീറ്റായിട്ട് വിരിച്ചിട്ട് ഇനി ഉറങ്ങണം. ഇനി അതാണ് ലക്ഷ്യം, ഉറക്കമാണ് ഇനി ലക്ഷ്യം. ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നീറ്റാക്കി ഇടുന്നത് പണ്ട് മുതലേ എനിക്ക് എൻ്റെ അനിയത്തിക്കുള്ള ശീലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ശീലം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.